ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കരൂരിൽ വിജയുടെ റാലിക്കിടയിൽ നടന്ന ഒരു ദുരന്തത്തെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ല സത്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും കണ്ണടച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചാവരുത് നമ്മൾ പോകേണ്ടത്. അപ്പോൾ വിജയ് എന്ന് പറയുന്നത് അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അയാൾ ഒരു സ്ഥലത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത്രയും ക്രൗഡ് ഉണ്ടാവും. ഞാനൊരു വീഡിയോയിൽ കണ്ടു. ഞാനത് കാണാതിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. വിജയ് അവിടെ നിന്ന് പറയുന്നത് കേട്ടു, അതായത് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഗവൺമെന്റിനോട് അലോട്ട് ചെയ്ത് ചോദിച്ചിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുവദിച്ച സ്ഥലം എന്ന് പറയുന്നത് വളരെ തിങ്ങിയ, അതായത് ഒരുപാട് വീടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചത്. അപ്പോൾ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇടുങ്ങിയ സ്ഥലം ഗവൺമെന്റ് അനുവദിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഇല്ലേ? ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇത്രയും ആളുകൾ അവിടെ വരുമ്പോൾ കുറേ പേര് പറഞ്ഞു 12 മണിക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷെ വന്നത് വൈകുന്നേരമാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാനായി നമ്മൾ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ അത്രയും ക്രൗഡ് വന്ന് കയറുന്നു. അപ്പോൾ ആളുകൾ ഫുഡ് കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, ഈ വരുന്ന വ്യക്തിയെ ഇപ്പം എല്ലാം പറയണ സമയത്ത് എല്ലാ പ്രോഗ്രാമും നടക്കണമെന്നില്ല. അപ്പം നമ്മൾ വിശന്ന് വലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വിശപ്പ് വന്നാൽ നമ്മളാണ് അറിയുക, മറ്റൊരാളല്ല. അപ്പോൾ അവിടെ നിൽക്കുന്നവർ വിശക്കുമ്പോൾ പോയി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യണമായിരുന്നു. എവിടെയെങ്കിലും നിന്ന് നമുക്കൊന്ന് കാണാമല്ലോ. പക്ഷെ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം? അപ്പോൾ അത് അയാൾ അറിയുന്നില്ല നിങ്ങൾ വിശന്നാണോ ദാഹിച്ചാണോ നിൽക്കുന്നതെന്ന്. അപ്പോൾ 7 മണിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗർഭിണികൾ, ഈ കുട്ടികൾ, ഈ വയസ്സായ ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ആദ്യം കുറച്ച് ക്രൗഡായി, പിന്നെയും ക്രൗഡായി. അപ്പോൾ ഒരു പരിധിവരെ നമുക്കൊരു കാര്യം കാണുമ്പോൾ മനസ്സിലാവില്ലേ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇത്രയും ക്രൗഡ് വരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 100 പേര് നിൽക്കേണ്ട സ്ഥലത്ത് ഒരു 300 പേര് നിന്നാൽ നമുക്കവിടെ ഓക്സിജൻ സപ്ലൈ കുറയും, നമുക്ക് ശ്വാസമുട്ടലുണ്ടാവും, നമുക്ക് തലകറക്കം വരും, നമ്മൾ ബോധം കെട്ട് വീഴും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് അവർക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങളൊരു ഷോ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് കനകക്കുന്ന് പാലസിൽ പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു 100 പേര് കൂടുന്ന അടുത്ത് ഒരു 100 പേരുടെ കൂടി പോയാൽ നമ്മുടെ ഫോണിൻ്റെ റേഞ്ച് പോലും കട്ടാവും. അതാണ് അവസ്ഥ. കാരണം നമ്മുടെ ഈ വേവുകൾക്ക് പോകാനുള്ള സ്ഥലം കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ റേഞ്ച് പോലും കട്ടായി പോകുന്നൊരവസ്ഥയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്ത് പിന്നെ ആ കൊടിയാണ് ആംബുലൻസിൽ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് അയാൾ അത്രയും മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇടി കൂടുമ്പോൾ എങ്ങനെയാണ് കാണാൻ കഴിയുക? പിന്നെ ഒരു കാര്യം എല്ലാവരും പറഞ്ഞു, വിജയ് ആ സ്ഥലത്ത് നിന്നില്ല, അവിടെ പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് കയറിപ്പോയി. ഇപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വന്ന ആളുകൾ തന്നെ ഇപ്പോൾ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിജയ് അവിടെ നിന്നാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ആളുകൾ കൈവയ്ക്കാനും മടിക്കില്ല. ഇതെന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വം മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടികൾ വിജയെ ഇല്ലാതാക്കാനും വിജയുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടും ചെയ്ത ഒരു വരുത്തി വെച്ച ദുരന്തം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, വളരെ ബുദ്ധിപരമായിട്ട് ഇതിൻ്റെ ഇടയിൽ അത്രയും ആളുകളെ കൊണ്ട് തിരികെ കയറ്റിയാൽ ഒരാൾ ഒന്ന് തള്ളിയാൽ മതി അവിടെ ഒരു അപകടം ഉണ്ടാവാൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരുടെ വിജയ് വന്നാൽ, വിജയ് ഈ പൊതുവായിട്ടുള്ളത് രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തേക്ക് വന്നാൽ പല പ്രമുഖരായ രാഷ്ട്രീയക്കാരുടെയും കസേരകൾ തെറിക്കും. അത് പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കിയെടുത്തത്. അത് ഇപ്പോൾ വിജയെ കാണാൻ പോയവരിപ്പോൾ വിജയെ തെറി വിളിക്കുന്നു. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി അവിടെ വർക്കായി, ആ സ്ട്രാറ്റജി അവിടെ വിജയിച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഈ പോയ ഇമേജ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കൂലേ? അപ്പം എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ, മനഃപൂർവ്വം ഒരുപാട് പാർട്ടിക്കാരുണ്ട്, ഏതോ ഒരു പാർട്ടിക്കാർ വിജയുടെ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ ഇമേജ് മൊത്തത്തിൽ ഇല്ലാതാക്കാൻ ട്രൈ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.